ഹലോ ഓൾ, നമ്മുടെ ഈ വീക്കിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ ഈ വീക്കിൽ നല്ലൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ആൻഡ് ഇപ്പോൾ 48,199 ലെവൽസിലാണ് ബാങ്ക് നിഫ്റ്റി സർവൈവ് ചെയ്യുന്നത്. വരും വീക്കിൽ നമുക്ക് ചെറിയൊരു അപ്സൈഡ് ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിഫ്റ്റി നോക്കിയാൽ നിഫ്റ്റിയും നമ്മുടെ പ്രീവിയസ് സപ്പോർട്ടും നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് മുകളിലേക്ക് പോവുകയാണ്. സോ 22,500 ലെവൽസിലാണ് ആസ് ഓഫ് നൗ ഉള്ളത്. നിഫ്റ്റി പ്രോബബ്ലി ഒരു കൺസോൾട്ടേഷൻ ആണ് നമുക്കിവിടെ തരേണ്ടത്. നമുക്ക് നോക്കാം നിഫ്റ്റി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ഈ വീക്കിലെ ഫസ്റ്റ് സ്റ്റോക്കാണ് അനന്തരാജ് ഗ്ലോബൽ. സ്റ്റോക്ക് നോക്കിയാൽ നമുക്കൊരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഇവിടെ ഫോം ആയിട്ട് കാണാം. സോ ആൻഡ് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കൂടി നമുക്കിവിടെ ലഭിക്കാൻ പോവുകയാണ്. സോ ഈ ബ്രേക്ക് ഔട്ടിലാണ് നമ്മൾ എൻട്രി എടുക്കുക. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ സ്വിംഗ് ലോ വരും. നമ്മുടെ ഇനീഷ്യൽ ടാർഗറ്റ് വരും പ്രീവിയസ് ഹൈ, ദാറ്റ് ഈസ് 159 എൻട്രി, 185 ആണ് ടാർഗറ്റ്, 147 ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അടുത്തത് റൈറ്റ്സ് ലിമിറ്റഡ് നമുക്ക് നോക്കിയാൽ ഇവിടെ ഒരു ഇനീഷ്യൽ ഇതൊരു സപ്പോർട്ടായിരുന്നു, അതിപ്പോൾ ബാക്ക് ടു റെസിസ്റ്റൻസ് ആയി മാറി. ആൻഡ് ഇവിടെ ഒരു മൾട്ടിപ്പിൾ ടാപ്സ് എടുത്തു നമ്മുടെ റെസിസ്റ്റൻസിൽ. ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ടേൺഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്നുള്ളവർക്ക് അത് കാണാം. ആൻഡ് നമ്മുടെ എൻട്രി വരിക 724 എബോവ് നമ്മുടെ എൻട്രി വരും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 660 വരും. ഇനീഷ്യൽ ടാർഗറ്റ് പ്രീവിയസ് ഹൈ. ആൻഡ് പക്ഷേ ഈ ഇനീഷ്യൽ ടാർഗറ്റിൽ നിൽക്കില്ല. ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ റാലി ചെയ്യും. അടുത്തതാണ് ഗ്രാഫൈറ്റ് ഇന്ത്യ സ്റ്റോക്ക് നോക്കിയാൽ നമുക്കിവിടെ ഒരു നല്ലൊരു സപ്പോർട്ട് കാണാം. സപ്പോർട്ട് ഒന്ന് ഫേക്ക് ഔട്ട് ചെയ്തിട്ട് ഒരു മൂവ്മെന്റ് ആണ് ഇപ്പോൾ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു പോയിന്റ് തന്നെ നമ്മൾ എൻട്രി എടുക്കും. 619 എബോവ് നമ്മൾ എൻട്രി എടുക്കും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 577 വരും. നമ്മുടെ ടാർഗറ്റ് വരിക 710. നമ്മുടെ അടുത്ത സ്റ്റോക്കാണ് ഇന്ത്യ സിമെന്റ് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം നല്ലൊരു കൺസോൾട്ടേഷനോട് കൂടിയുള്ള ഡൗൺ ട്രെൻഡ് ആണ്. ആൻഡ് ഒരു ട്രെൻഡ് ലൈൻ കൂടി ഫോം ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ നല്ലൊരു റെസിസ്റ്റൻസ് കാണാം. ആ റെസിസ്റ്റൻസ് ആണ് ഇവിടെ ബ്രേക്ക് ചെയ്തത്. സോ 214 എബോവ് നമ്മുടെ എൻട്രി, 206 ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. നമ്മുടെ ഇനീഷ്യൽ ടാർഗറ്റ് 253 വരും. നമ്മുടെ അടുത്ത സ്റ്റോക്കാണ് IDBI ബാങ്ക്. IDBI നമുക്ക് നോക്കിയാൽ ഇവിടെ ഒരു നല്ല സപ്പോർട്ട് കാണുന്നുണ്ട്. ആൻഡ് സപ്പോർട്ടിന് ചെറുതായിട്ടൊന്ന് ഫേക്ക് ഔട്ട് ചെയ്തിട്ട് ഉള്ളൊരു അപ്പ് മൊമെൻറ്റം ആണ്. ആൻഡ് നമ്മുടെ എൻട്രി വരിക അപ്രോക്സിമേറ്റ് 84 റുപ്പീസിലേക്കാണ്. സോ അവിടുന്ന് ഒരു മൊമെൻറ്റം തന്നു. സോ ബാക്ക് ടു ഒരു 85.25 ലെവൽസിലേക്ക് സ്റ്റോക്ക് ഒരു കറക്ഷൻ എടുക്കാൻ വരുന്നതാണെങ്കിൽ ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്യും. നമ്മുടെ ഇനീഷ്യൽ ടാർഗറ്റ് സ്വിംഗ് ഹൈ വരും. ലാസ്റ്റ് സ്വിംഗ് ഹൈ ദാറ്റ് ഈസ് 93 റുപ്പീസ്. ആൻഡ് സ്റ്റോക്കിന്റെ മൊമെന്റം പോലെ നമ്മൾ റാലി. നെക്സ്റ്റ് വൺ ഈസ് ഫിലാടെക്സ് നോക്കിയാൽ സ്റ്റോക്ക് ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഒക്കെ ഫോം ആയിട്ടുണ്ട്. ആസ് ഓഫ് നൗ ഇത് കുറച്ചൊരു ഡേഞ്ചർ ഫോർമാറ്റ് ആണ്. ബിക്കോസ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്നുള്ളത് ഒരു ഡൗൺ ട്രെൻഡ്, ഒരു ബാരിഷ്നെസ്സിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. പക്ഷേ നമ്മൾ ഇൻവേഴ്സ് ട്രേഡ് ലൈക്ക് ഒരു ട്രാപ്പ് ട്രേഡ് എടുക്കുകയാണ് ഇവിടെ. സോ അതുകൊണ്ട് തന്നെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ എടുക്കത്തുള്ളൂ. സോ 58.75 ആണ് നമ്മുടെ എൻട്രി, 53 ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് വരുന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ ടാർഗറ്റായി നമ്മൾ 72 ബുക്ക് ചെയ്യും. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ വീക്കിലെ സ്റ്റോക്സ്. എപ്പോഴും പറയാറുള്ള പോലെ പൊസിഷൻ സൈസും റിസ്ക് മാനേജ് ചെയ്ത് മാത്രം എൻട്രി എടുക്കുക. ഓക്കെ, സോ പുതിയ സ്റ്റോക്സുമായി അടുത്ത വീക്കിൽ കാണാം. താങ്ക്